ഹബിൾ ടെലസ്കോപ്പിന്റെ വിജയത്തിന് ശേഷം ഇനി എന്തെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യന് കാണാൻ സാധിക്കാത്ത ഇൻഫ്രാറെഡ് പ്രകാശത്തിൽ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്ന ഒരു ടെലസ്കോപ്പിനെ ഉണ്ടാക്കണമെന്ന് നാസ ചിന്തിക്കുന്നത്. എന്നാൽ 1990-ൽ JWSTയുടെ നിർമ്മാണ പദ്ധതി ആരംഭിച്ചിരുന്നുവെങ്കിലും അവസാനിക്കുന്നത് 2019-ലായിരുന്നു. ഫൈനൽ അസംബ്ലിങ്ങും ടെസ്റ്റുമെല്ലാം കഴിഞ്ഞ് JWST 2021 ഡിസംബർ 25-ന് ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ചു. Bypassed across the board, Scooter, no action. JWST പ്രപഞ്ചത്തിലെത്തി. 1 മില്യൺ കിലോമീറ്റർ ദൂരത്തിൽ നിന്നുമായി ഇന്ന് വരെ ശാസ്ത്രം കാണാത്ത പ്രപഞ്ചത്തിന്റെ ഒരുപാട് നിഗൂഢതകളും ചിത്രങ്ങളും JWST ഭൂമിയിലേക്ക് അയച്ചു തരികയും ചെയ്തു. ഭൂമിയിൽ നിന്നും 2000 പ്രകാശവർഷം അകലെയുള്ള ഒരു പ്ലാനറ്ററി നെബുലയാണ് സതേൺ റിംഗ് നെബുല. പ്ലാനറ്ററി നെബുല എന്ന് പറയുമ്പോഴും ഇതിന് ഗ്രഹങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ സൂര്യൻ വളർന്ന് അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ, അതായത് ഒരു റെഡ് ജെയിന്റ് ആകുമ്പോൾ, അതിന്റെ ഔട്ടർ ലെയേഴ്സ് ഓരോന്നായി പുറന്തള്ളാൻ തുടങ്ങും. ഫലമായി ഇന്ധനം തീരുന്നത് കൊണ്ട് തന്നെ നക്ഷത്രം പൾസ് ചെയ്യാൻ ആരംഭിക്കും. ഓരോ തവണ പൾസ് ചെയ്യുന്തോറും ഔട്ടർ ലെയേഴ്സിലുള്ള മെറ്റീരിയൽസും പുറന്തള്ളപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കോർ ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും കത്തിത്തീർന്നു കഴിയുമ്പോൾ കോർ ചുരുങ്ങിയൊരു വെള്ളക്കുള്ളനായി മാറും. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളാൽ രൂപമെടുക്കുന്ന നെബുലയാണ് പ്ലാനറ്ററി നെബുല. JWST എടുത്ത സതേൺ റിംഗ് നെബുലയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതും മനോഹരമായ ചിത്രമാണിത്. ഡീറ്റെയിൽഡ് ആണ് എന്ന് പറയാനുള്ള കാരണം, മുമ്പ് ഹബിൾ ടെലസ്കോപ്പും ഈ നെബുലയുടെ ചിത്രം പകർത്തുകയുണ്ടായി. പക്ഷേ ഹബിൾ ടെലസ്കോപ്പ് എടുത്തതിനേക്കാൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു JWSTയുടേത്. കാരണം JW ടെലസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ സതേൺ റിംഗ് നെബുലയുടെ പുറകിലായി ഒരുപാട് ഗാലക്സികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം നമ്മുടെ സൂര്യനോട് സാമ്യപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ അവസാനമാണ് ഇപ്പോൾ ഈ സതേൺ റിംഗ് നെബുലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമ്മുടെ സൂര്യന്റെ അവസാനം എങ്ങനെയായിരിക്കാം എന്നത് നമുക്ക് ഈ നെബുലയിൽ നിന്നും നോക്കിക്കാണാവുന്നതാണ്. JW ടെലസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ തന്നെ മെറ്റീരിയൽസ് പുറന്തള്ളപ്പെടുന്നതിന്റെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം പുറന്തള്ളപ്പെട്ട ലെയേഴ്സ് തണുത്തതുകൊണ്ടും അതിനുശേഷം പുറന്തള്ളപ്പെട്ട ലെയേഴ്സ് ചൂട് കാരണം ഔട്ടർ ലെയറുമായി ഇടിച്ചുണ്ടാക്കിയ ഇമ്പാക്റ്റ് വരെ നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ നെബുലയിലെ ഔട്ടർ ലെയറിൽ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. എന്നാൽ നീല നിറത്തിൽ കാണുന്ന ഇന്നർ ലെയറിൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ കാരണം അയോണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള വാതകങ്ങളുമാണ്. പക്ഷേ ഇവിടെ ഗവേഷകരെ ഞെട്ടിക്കുന്ന കാര്യമൊന്നുണ്ട്. ഈ സതേൺ റിംഗ് നെബുലയിലുള്ള നക്ഷത്രം എന്നത് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ്. അതായത് ഒരു പൊതുവായ ബിന്ദുവിനെ കേന്ദ്രമാക്കി പരസ്പരം വലയം വെക്കുന്ന 2 നക്ഷത്രങ്ങൾ. എന്നാൽ ഈ 2 നക്ഷത്രങ്ങൾക്കും അവസാനം സംഭവിക്കുന്നില്ല. ഇതിലെ ഒരു നക്ഷത്രം മാത്രമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ചിത്രത്തിലുള്ള തിളക്കം കൂടിയ നക്ഷത്രമാണ് ആ സാധാരണ നക്ഷത്രം. പക്ഷെ ഇതിലുള്ള മങ്ങിയ വെള്ള നിറത്തിൽ കാണപ്പെടുന്നതാണ് കാലഹരണം സംഭവിച്ച ആ വെള്ളക്കുള്ളൻ. സ്റ്റീഫൻസ് ക്വിൻറ്റന്റ് എന്നത് ഒരു വിഷ്വലി ഗ്രൂപ്പിംഗ് ആയ ഗാലക്സികളാണ്. ക്വിൻറ്റന്റ് എന്നത് 5 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ 5 ഗാലക്സികളെ കാണാവുന്നതാണ്. എന്നാൽ ഇതിലെ ഈ ഗാലക്സി മാത്രമാണ് ഭൂമിയുടെ അടുത്തായി നിലകൊള്ളുന്നത്. ബാക്കിയുള്ള 4 ഗാലക്സികളും ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരത്തായിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഈ 4 ഗാലക്സികളും ഭൂമിയിൽ നിന്നും ഏകദേശം 25 കോടി മുതൽ 31 കോടി പ്രകാശവർഷം ദൂരത്തിലാണ് നിലകൊള്ളുന്നത്.
പക്ഷേ ഈ അഞ്ചാമത്തെ ഗാലക്സി ഭൂമിയിൽ നിന്നും കേവലം 4 കോടി പ്രകാശവർഷ ദൂരത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ JW ടെലസ്കോപ്പ് പകർത്തിയ ഈ ചിത്രത്തിൽ നിന്നും ഈ അഞ്ചാമത്തെ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെ വരെ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹബിൾ ടെലസ്കോപ്പും ഇതേ ഗാലക്സികളുടെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ ഇതിൽ JW ടെലസ്കോപ്പിന്റെ അത്ര ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല JW ടെലസ്കോപ്പ് പൊതുവെ ഒരു ഭാഗത്തിന്റെ ചിത്രം പകർത്താറുള്ളത് പല മാസങ്ങളോളം സമയമെടുത്തുകൊണ്ടാണ്. ഇവിടെ സ്റ്റീഫൻ സ്ക്വിന്റന്റെ ചിത്രം പകർത്തിയത് തന്നെ ഏകദേശം 3 മാസത്തിലേറെ സമയം എടുത്തുകൊണ്ടാണ്. അതുമാത്രമല്ല ഏകദേശം 1000ഓളം ചിത്രങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് JW ടെലസ്കോപ്പ് സ്റ്റീഫൻ ക്വിന്റന്റെ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ ഇതിൽ 5 ഗാലക്സികളാണ് പ്രധാനമായും ഉള്ളത്. അതിലെ ആദ്യ ഗാലക്സിയായ NGC 7319 ഭൂമിയിൽ നിന്നും 31 കോടി പ്രകാശവർഷം ദൂരത്തിലാണുള്ളത്. ഇതിന്റെ മധ്യഭാഗത്ത് കാണുന്ന അതീവ തെളിച്ചമുള്ള മേഖല എന്നത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണ്. നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള സജിറ്റേറിയസ് A സ്റ്റാർ എന്ന ബ്ലാക്ക് ഹോളിനേക്കാൾ 7 മടങ്ങ് മോർ മാസീവാണ് ഈ ബ്ലാക്ക് ഹോൾ. അതോടൊപ്പം നമ്മുടെ സൂര്യന്റെ പ്രകാശത്തെക്കാൾ 4000 മടങ്ങ് പ്രകാശ തീവ്രതയുണ്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ അക്രീഷൻ ഡിസ്കിന് മാത്രം. രണ്ടാമത്തെ ഗാലക്സികളായ NGC 7318Aയും NGC 7318Bയും പരസ്പരം കൂടിച്ചേരാനിരിക്കുന്ന 2 ഗാലക്സികളാണ്. പ്രപഞ്ചത്തിലുള്ള 2 ഗാലക്സികൾ തമ്മിൽ കൂടിച്ചേരാമെന്ന തിയറിയെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഈ 2 ഗാലക്സികളുടെ അവസ്ഥ. ഏകദേശം 28 കോടി പ്രകാശവർഷ ദൂരത്തിലായാണ് ഈ ഗാലക്സികൾ നിലകൊള്ളുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ഗാലക്സികളുടെ മധ്യഭാഗത്തുള്ള ബ്ലാക്ക് ഹോളുകൾ ഏറെക്കുറെ ഗാലക്സിയിലുള്ള വാതകങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ പരസ്പരം വലിച്ചെടുക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഇനിയും ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഗാലക്സിയിലുള്ള ബ്ലാക്ക് ഹോളുകൾ കൂടിച്ചേർന്ന് ഇതൊരൊറ്റ ഗാലക്സിയായി മാറ്റപ്പെടും. ഇതിലെ 4ാമത്തെ ഗാലക്സിയായ NGC 7317 ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. ഇത് ഏകദേശം 25 കോടി പ്രകാശവർഷ ദൂരത്തിലായാണ് നിലകൊള്ളുന്നത്. ഈ ചിത്രത്തിലുള്ള 5ാമത്തെ ഗാലക്സിയാണ് NGC 7320. ഏകദേശം 4 കോടി പ്രകാശവർഷ ദൂരത്തിലാണ് ഈ ഗാലക്സി ഉള്ളത്. JW ടെലസ്കോപ്പ് എടുക്കുന്ന ചിത്രങ്ങളെല്ലാം എത്രമാത്രം സമഗ്രമാണ് എന്ന് നമുക്ക് ഈ ഗാലക്സിയുടെ ചിത്രത്തിൽ നിന്നും നോക്കിക്കാണാവുന്നതാണ്. കാരണം ഈ ഗാലക്സിയിലുള്ള ഓരോ നക്ഷത്രത്തെ പോലും നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെയുള്ള ഒരു നെബുലയാണിത്. മുമ്പ് ഹബിൾ ടെലസ്കോപ്പ് ഈ നെബുലയുടെ ചിത്രം പകർത്തിയപ്പോൾ വളരെ വിചിത്രമായ റിസൾട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ JW ടെലസ്കോപ്പ് പകർത്തിയപ്പോൾ കുറച്ചുകൂടി സിമ്പിളായ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. മുമ്പ് ഹബിൾ പകർത്തിയപ്പോൾ ഒരു ഗ്ലാസിനോട് സാമ്യപ്പെട്ട രൂപം കിട്ടിയതിനാലാണ് ഈ നെബുലയ്ക്ക് ഹൗർ ഗ്ലാസ് എന്ന് പേരിട്ടത്. സദേൺ റിംഗ് നെബുല ഒരു നക്ഷത്രത്തിന്റെ അവസാനമാണ് കാണിച്ചിരുന്നതെങ്കിൽ ഹൗർ ഗ്ലാസ് നെബുല ഒരു നക്ഷത്രത്തിന്റെ ഉദയത്തെയാണ്, അതല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിന്റെ ജനനത്തെയാണ് കാണിക്കുന്നത്. മുമ്പ് ഹബിൾ ടെലസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ മറഞ്ഞിരുന്ന പ്രോട്ടോസ്റ്റാറിനെ വരെ JW ടെലസ്കോപ്പ് എടുത്ത ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഒരു നക്ഷത്രം മരണത്തോടടുക്കുമ്പോൾ ഉണ്ടാവുന്നത് പോലെ തന്നെയുള്ള മെറ്റീരിയൽസിന്റെ പുറന്തള്ളൽ ഒരു നക്ഷത്രം ജനിക്കുമ്പോഴും, അതായത് ഒരു പ്രോട്ടോസ്റ്റാറിലും നടക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിന്നും നെബുലയിലെ പ്രോട്ടോസ്റ്റാറിൽ നിന്നും പുറന്തള്ളുന്ന മെറ്റീരിയൽസിന്റെ ലെയർ വരെ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. അടുത്തത് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള ഒരു ഉൽക്കയുടെ ദൃശ്യമാണ്. ഭൂമിയിൽ നിന്നും 3 ബില്യൺ കിലോമീറ്റർ ദൂരത്തിലുള്ള ചരിക്ലോ എന്ന ആസ്ട്രോയിഡ് ഒരു നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ JW ടെലസ്കോപ്പ് പകർത്തിയ വീഡിയോ ആണിത്. ഇതൊരു സാധാരണ ആസ്ട്രോയിഡ് അല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ നോർമലായി കാണുന്ന ഉൽക്കകളെക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയതും ഭീമാകാരവുമായ ഉൽക്കയാണിത്. ഏകദേശം 302 കിലോമീറ്ററാണ് ഇതിന്റെ വ്യാസം എന്നത്. അതോടൊപ്പം പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന മറ്റുൽക്കകൾക്കില്ലാത്ത നമ്മുടെ സൗരയൂഥത്തിലുള്ള ശനിയുടേത് പോലെയുള്ള വളയങ്ങൾ ചരിക്ലോ ആസ്ട്രോയിഡിനുമുണ്ട്. പക്ഷേ ഈ വളയങ്ങൾ ശനിയുടേത് പോലെ അത്ര വലിപ്പമുള്ളതല്ല, മറിച്ച് വളരെ നേർത്തതാണ്. ശനിയുടെയും യുറാനസിന്റെയും ഇടയിലുള്ള ഭാഗത്തിലൂടെയാണ്
ചെരിക്ലോ ആസ്റ്ററോയിഡ് സൂര്യനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ പൂർണ്ണമായും വലയം വയ്ക്കാൻ 63 വർഷങ്ങളെടുക്കും. വളരെ വേഗത്തിലാണ് ചെരിക്ലോ ഈ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നുപോയത്. പക്ഷേ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ JW ടെലസ്കോപ്പ് ചെരിക്ലോയുടെ മുഴുവൻ ഡാറ്റയും ശേഖരിക്കുകയുണ്ടായി. ചെരിക്ലോ ആസ്റ്ററോയിഡിന്റെ റിങ്ങുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ജലത്തിന്റെ ഐസ് കണങ്ങളാണ്.